ഹായ് ഡിയർ ഫ്രണ്ട്സ്. ജീവിതം രണ്ട് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ചില ആളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജീവിതം വരുന്ന വഴിക്ക് അങ്ങ് ജീവിച്ചു പോവുക. ചില ആളുകൾ അങ്ങനെയല്ല, അവർ അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള ചില ടിപ്പുകളാണ് ഇനിയുള്ള വീഡിയോകൾ. ആദ്യമായി, ലാസ്റ്റ് മിനിറ്റ് നമുക്കൊരു കഥ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അമ്മയാണ് ആദ്യം കണ്ടത് മുറ്റത്തെ ഒട്ടുമാവിൽ ഒരു മാങ്ങ പഴുത്തു നിൽക്കുന്നു. കേട്ടപാടെ ചേട്ടൻ മുറ്റത്തോട്ടുകൂടി, അനിയൻ പുറകെ. അമ്മ വിളിച്ചു പറഞ്ഞു, മക്കളെ, കല്ലെടുത്തെറിയരുത്, കൊഴിയെടുത്തെറിയരുത്. അങ്ങനെ ചെയ്താൽ കണ്ണിമാങ്ങകളും മാമ്പൂവും കൊഴിഞ്ഞു പോകും. അവിടെ തോട്ടിയുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പറിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വേലുവിനോട് പറയാം. ചേട്ടൻ അവിടെ എല്ലാം പോയി നോക്കിയിട്ടും തോട്ടി കിട്ടിയില്ല. അപ്പൊ അനിയനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, അകത്ത് പോയി ഒരു സ്റ്റൂൾ എടുത്തിട്ട് വാ. അനിയൻ അകത്ത് പോയി സ്റ്റൂളുമായി വന്നു. ചേട്ടൻ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് മാങ്ങ പറിക്കാൻ ശ്രമിച്ചു. എത്തുന്നില്ല, കുറെ കൂടി ഉയരത്തിലാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എടാ പറ്റൂല, നമുക്ക് പോകാം, വേലുവിനോട് പറയാം. അപ്പൊ അനിയൻ പറഞ്ഞു, ഏട്ടാ എനിക്കൊരവസരം എന്താ, ഞാനൊന്ന് നോക്കട്ടെ. എടാ മണ്ടച്ചാരെ, നിനക്ക് എൻ്റെ അത്ര ഉയരം പോലും ഇല്ല, നീ എങ്ങനെ പറിക്കാനാ? ചേട്ടൻ വീട്. അവൻ സ്റ്റൂളിൽ കയറി. ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ സ്റ്റൂള് ബലമായിട്ട് പിടിച്ചോണം. എന്നിട്ട് അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, രണ്ടു കാലം ആ സ്റ്റൂളിൽ ഉറപ്പിച്ചിട്ട് മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. മാങ്ങായും പറിച്ചവൻ പുള്ളി മണ്ണിൽ വന്ന് ലാൻഡ് ചെയ്തു. നോക്കൂ, ഇവിടെ സ്റ്റൂളിൽ കാലമർത്തി കുതിച്ചു ചാടണമെന്നുള്ള അനിയന്റെ ചിന്താഗതിയാണ് വിജയം നേടിക്കൊടുത്തത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ്. വേറിട്ട ഒരു ചിന്തയോ ഓരോ ആശയവുമാണ് പലപ്പോഴും വിജയം കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പലപ്പോഴും വിജയിയും തോറ്റവനും തമ്മിലുള്ള വ്യത്യാസം വളരെ നേർത്തതായിരിക്കും. ഇപ്പൊ ഒരു ഓട്ട മത്സരമാണെങ്കിൽ ഒരടി വ്യത്യാസമോ, അതല്ല ഒരു ഫുട്ബോൾ ഗെയിം ആണെങ്കിൽ ഗോളിൽ അവസാനിച്ച ഒരു കിക്കോ, അതല്ല ഒരു ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഉടമസ്ഥന്റെ എന്തെങ്കിലും പുതിയ ഒരു ആശയമോ ഒരു അഭിപ്രായവുമായിരിക്കും വിജയം നേടിക്കൊടുത്തത്. പല ആളുകളും ഓരോ ടാസ്ക് എടുത്ത് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോഴും അത് വിജയത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപേ ഇട്ടേച്ച് പോവുകയാണ്. അപ്പോഴവരറിയുന്നില്ല ഞാൻ ഏതാണ്ട് ജയിക്കുന്ന ഘട്ടത്തിലാണ് ഉപേക്ഷിച്ചു പോയതെന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു കഷ്ടം. പിന്നീട് ഓർത്തു നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുക. പലപ്പോഴും ഈ വ്യത്യാസമുണ്ടാക്കുന്നത് അവരുടെ മാനസിക നിലയായിരിക്കും, അവരുടെ മനോബലത്തിലെ വ്യത്യാസം. ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് ജയിച്ചു കയറാൻ എന്തെല്ലാം വേണം, എന്ത് ചെയ്യണം? ആദ്യമായിട്ട് വേണ്ടത് എയിം അറ്റ് എക്സലൻസ്, മികവ്, അതായിരിക്കണം നോട്ടം. പല ആളുകളും പറയാറുണ്ട്, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതാണ്, പക്ഷെ സംഗതി സക്സസ് ആയില്ല. ആ ചിന്താഗതി തന്നെ തെറ്റാണ്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു സത്യമല്ല, അതൊരു വിശ്വാസമാണ്. ഒരു പക്ഷേ ഭ്രാന്തമായ ഒരു വിശ്വാസം. സത്യമെന്ന് പറയുന്നത് മികവാണ്. അതിന് ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ മത്സരിക്കേണ്ടത് മറ്റൊരാളോടല്ല, നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള പൂർണ്ണമായ കഴിവ് പുറത്തെടുക്കുന്നതിൽ വേണ്ടിയിട്ടാണ്. സ്വയം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് പോകുമ്പോൾ നൂതനമായ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും ബ്രെയിൻ തടയും. കാരണം മറ്റൊന്നുമല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് പഴക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോയി റിസ്കുകൾ എടുക്കാൻ ബ്രെയിനിന് ഇഷ്ടമല്ല. ബ്രെയിനിന്റെ ഈ സേഫ് സോൺ ഗെയിം അതിജീവിച്ച് മുന്നോട്ട് പോയെങ്കിലേ പലപ്പോഴും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് വേണ്ടത് എക്സ്ട്രാ ടൈം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗെയിംസിലൊക്കെ, ഫുട്ബോളില്, ഹോക്കിയിലൊക്കെ നിശ്ചിത സമയത്തിന് ശേഷം എക്സ്ട്രാ ടൈമും കളി നീണ്ടുപോകും. അങ്ങനെയുള്ള പ്ലേയേഴ്സ് എല്ലാം തന്നെ കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ
ആ എക്സ്ട്രാ ടൈം കളിക്കാൻ വേണ്ടിയിട്ട് മാനസികമായി തയ്യാറെടുത്തിട്ടായിരിക്കും. ഈ സ്പോർട്സ് പേഴ്സൺസിൽ എല്ലാം തന്നെയും ഈ വക കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ജീവിതത്തിലും അങ്ങനെ തന്നെ വേണം. പക്ഷെ എന്താ രസമെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ പലരും ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു തരം മന്ദത അവർക്ക് വരികയാണ്. ഇതൊക്കെ മതി, ഇനി വയ്യ, ഇതൊന്ന് തീർത്തിട്ട് എവിടെങ്കിലും ഒന്ന് വിശ്രമിക്കണം. ഈ രീതിയിലുള്ള ചിന്താഗതികൾ അത് പാടില്ല. എക്സ്ട്രാ ടൈം കളിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവനെ പോലെ ആയിരിക്കണം നമ്മളുടെ മനസ്സ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹാങ്ങിങ് ചെയ്യാൻ പഠിക്കണം. മൂന്നാമതായിട്ട് കിൽ ടു ക്വിറ്റ്. വിട്ടുപോകണമെങ്കിൽ കൊല്ലണം. കേരളത്തിൽ വിശർ എന്ന് പറയുന്ന ഒരു ഉറുമ്പുണ്ട്. അത് കടിച്ചാൽ പിടിപിടില്ല, ചത്താലും. ആ നിശ്ചയദാർഢ്യം വേണം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ. കമ്മിറ്റ്മെന്റ് അതുപോലെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു ടാസ്ക് എടുത്ത് ചെയ്യുമ്പോഴും പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോകാനോ കംപ്ലീറ്റ് ആകുമ്പോൾ അലസതയിലിരിക്കാനോ സാധ്യമല്ല. നീൽ വെബ്സ്റ്റർ എന്നൊരു മനുഷ്യൻ 36 വർഷം എടുത്തിട്ടാണ് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി തയ്യാറാക്കിയത്. ഈ വർഷങ്ങളുടെ ഇടയിൽ പലവട്ടം ഇത് ഉപേക്ഷിച്ചു പോകാനുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. ആ ജോലി തീർത്തിട്ടാണ് പിന്മാറിയത്. ആ ഒരു നിശ്ചയദാർഢ്യം ജീവിതത്തിൽ വേണം. നാലാമതായിട്ട് ഫീൽ പ്രൈഡ്. അവനവൻ ചെയ്യുന്ന ജോലിയിലും അവനവന്റെ കഴിവിലും ആത്മവിശ്വാസവും അന്തസ്സും വെച്ച് പുലർത്തണം. ഇന്റഗ്രിറ്റിയും വിഷ്ണുവും ഉയർത്തിപ്പിടിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഉയരങ്ങളിലെത്തും. അത്തരം കോൺഫിഡൻസ് നേടിക്കഴിഞ്ഞാൽ ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ടാസ്കോ അല്ലെങ്കിൽ പ്രോജക്റ്റോ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അഞ്ചാമതായിട്ട് ചോയ്സ് ആൻഡ് നോട്ട് ചാൻസ്. ജീവിത വിജയങ്ങൾ എന്ന് പറയുന്നത് ചോയ്സ് ആണ്, തിരഞ്ഞെടുക്കുന്നതാണ്, അത് ചാൻസ് അല്ല. എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടും, എന്നെ രക്ഷിക്കാൻ ആരോ വരുമെന്ന് കാത്തിരുന്നാൽ ജീവിതം മുന്നോട്ട് പോകില്ല. അധ്വാനിക്കാൻ തയ്യാറായി തൻ്റെ ഇഷ്ടമേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവസരങ്ങൾ തേടി വരിക. സുശീൽ ഭൗമിക് എന്ന ചെറുപ്പക്കാരന് ഭൂമിയില്ലാത്തവർക്ക് 2 ഏക്കർ ഭൂമി കൊടുത്തതിൽ പൊന്നു വിളയിച്ചാണ് അയാളെ കൊല്ലം കർഷകശ്രീ അവാർഡ് നേടിയെടുത്തത്. അയാൾക്ക് അവാർഡ് കൊടുക്കാനായിട്ട് മന്ത്രി വരുമ്പോൾ കൂടെ പ്രശസ്തനായ ഒരു മതപണ്ഡിതനും ഉണ്ടായിരുന്നു. രണ്ടാളും അയാളുടെ കൃഷിയിടമെല്ലാം പോയി കണ്ടു. വിവിധ ഇനം സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്ന ആ പുരയിടവും അവിടെ വളർത്തുന്ന ആടുമാടുകളെയും മറ്റും കണ്ടിട്ട് ആകർഷ്ടനായിട്ട് മതപുരോഹിതൻ പറഞ്ഞു, ഭൗമിക്, ദൈവം നിന്റെ കൃഷിയിടം ഒരു പൂങ്കാവനമാക്കിയിരിക്കുന്നു. ഭൗമിക് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന് നന്ദി. എന്നാൽ ഈ സ്ഥലം ദൈവത്തിൻ്റേത് മാത്രമായിരുന്ന സമയത്ത് അങ്ങ് വന്നൊന്ന് കാണേണ്ടിയിരുന്നു. ഇവിടെ നിറയെ പാറക്കല്ലുകളും കാടും പിടിച്ചു കിടന്ന സ്ഥിതിയിൽ നിന്നും ഈ രീതിയിലാക്കിയെടുക്കാൻ 8 വർഷത്തെ കഠിനാധ്വാനം എനിക്ക് വേണ്ടി വന്നു എന്ന് പറഞ്ഞ് അയാൾ ചിരിച്ചു. ഇതാണ് പറയുന്നത്, നമ്മൾ അധ്വാനിക്കാനായിട്ട് തയ്യാറായിട്ട് നമ്മുടെ ടാസ്ക് നേടാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ ജീവിതം ജയിക്കുകയുള്ളൂ. വിധിയിൽ വിശ്വസിച്ച് കാത്തിരിക്കേണ്ടതല്ല ജീവിതം, എത്തിപ്പിടിക്കേണ്ടതാണ്. വെച്ചു നീട്ടുന്നതാകരുത്, തിരഞ്ഞെടുക്കേണ്ടതാണ് ജീവിതം. അതൊരിക്കലും മറക്കരുത്. മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശില്പിയുടെ മാതിരിയാണ് ജീവിതം. ഏത് രീതിയിലുള്ള ശില്പം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കണം, എന്ത് സൈസിൽ വേണം, എങ്ങനെ ഇരിക്കണം, അതിൻ്റെ രൂപം, എത്ര വലിപ്പം വേണം, എല്ലാം തീരുമാനിക്കുന്നത് ആ ശില്പിയാണ്. പാതി വഴിയിൽ അത് ഉടച്ചു കളയുന്നതും അയാൾ തന്നെയാണ്.
ജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോർമൽ വിദ്യാഭ്യാസം പോലും വേണമെന്നില്ല. കത്തിജ്വലിക്കുന്ന സ്വപ്നങ്ങളും അത് നേടാനുള്ള അറിവും എത്തിപ്പിടിക്കാനുള്ള ആർജവവും ഉണ്ടെങ്കിൽ ആർക്കും അവരവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാം, ജീവിതത്തിൽ വിജയിക്കാം. മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ദേ ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ. വിജയം നേടാൻ എന്തിലെങ്കിലും നിങ്ങൾ 100% കൂടുതൽ മികവ് നേടണ്ട. പകരം 10,000 അല്ലെങ്കിൽ 1,00,000 വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നിലവിലുള്ള അറിവിനേക്കാളും കഴിവിനേക്കാളും 1% കൂടുതൽ നേടിയാൽ മതി, ജീവിതം വിജയിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിനോട് ചേർന്നിരിക്കുന്ന ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന വീഡിയോകളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സ്നേഹപൂർവ്വം, സുരേഷ്.